Hi, TECHNONICS for YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. PCB അഥവാ പ്രിന്റർ സർക്യൂട്ട് ബോർഡ് എങ്ങനെയാണ് സ്വന്തമായിട്ട് നിർമ്മിക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ PCB ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് PCB etching എന്ന പ്രോസസ്സാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കോപ്പർ ക്ലാഡ് ബോർഡിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത കോപ്പർ അലിയിപ്പിച്ച് കളയുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ etching എന്ന് പറയുന്നത്. അപ്പോൾ ഈ etching പ്രോസസ്സ് ഒന്നുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 28 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള 12 mm ഒരു പ്ലൈവുഡ് ഷീറ്റാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 11 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള 16 mm ഒരു പ്ലൈവുഡിൻ്റെ പീസാണ്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇത് നമുക്ക് ഫിക്സ് ചെയ്യണം. സ്ക്രൂ ചെയ്യാൻ ആവശ്യമായ ഹോളുകൾ നമ്മൾ ഈ ഷീറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് 22 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്ററും വീതിയുമുള്ള 5 mm ഒരു പ്ലൈവുഡിൻ്റെ ഷീറ്റാണ്. ഈ ഒരു രീതിയിൽ ഈ ഷീറ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണം. ഇതിനുവേണ്ടി ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഹിഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ക്രൂ ചെയ്യാൻ വേണ്ട ഹോളുകൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മൾ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ക്രൂ ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നത് ഈ 5 mm ഷീറ്റ് ഈ ഹിഞ്ചിലേക്ക് സ്ക്രൂ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഹോള് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്രൂ ചെയ്യാം. നേരത്തെ എടുത്തിട്ടുള്ള 16 mm പ്ലൈവുഡ് പീസിൻ്റെ അതേ അളവിൽ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 12 വോൾട്ട് 100 RPM ഒരു ഗിയർ മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ ഈ പീസിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മോട്ടർ നമുക്കിതിൽ ഫിക്സ് ചെയ്യാം. ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് വീലാണ്. ഗിയർ മോട്ടോർ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തന്നെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതേ ടൈപ്പ് തന്നെ വേണമെന്നില്ല, ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. ഇനി ഇത് നമുക്ക് ഈ മോട്ടോറിൻ്റെ ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്യാം. ഇനി ഞാനൊരു എൽ ക്ലാമ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കൂടാതെ 11 സെന്റിമീറ്റർ നീളത്തിൽ ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കേടായ LED ലൈറ്റ് സ്ട്രിപ്പിൽ നിന്നും കട്ട് ചെയ്തെടുത്തതാണ്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഈ എൽ ക്ലാമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ എൽ ക്ലാമ്പ് സ്ക്രൂ ചെയ്യാൻ വേണ്ട ഹോള് നമ്മൾ ഈ ഷീറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്രൂ ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു വീല് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിൽ ഒരുപാട് ഹോളുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഹോളിലാണ് നമ്മുടെ ഈ സ്ട്രിപ്പ് നമുക്ക് സ്ക്രൂ ചെയ്യേണ്ടത്. ഈ വീലിൽ വരുന്ന ഏറ്റവും താഴെയുള്ള ഹോളും നമ്മുടെ എൽ ക്ലാമ്പിലെ ഹോളും തമ്മിലാണ് ഈ സ്ട്രിപ്പ് സ്ക്രൂ ചെയ്യേണ്ടത്. ഇത് രണ്ടും തമ്മിൽ കൃത്യമാണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെച്ച് നോക്കാം.
ശേഷം ഹോൾ ഇടാനുള്ള പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നേരത്തെ ഇട്ട അളവിന് കണക്കാക്കി ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. സ്ക്രൂ ലൂസായി ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഗിയർ മോട്ടറിലേക്കുള്ള സപ്ലൈ കൊടുക്കാനും ഗിയർ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 12 വോൾട്ട് 500 മില്ലി ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ എടുത്തിട്ടുള്ള ഈ പ്ലാസ്റ്റിക് കേസിൽ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഫിക്സ് ചെയ്യാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1000 മൈക്രോഫാരഡ് 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററും ഒരു 1 ആംപിയർ ബ്രിഡ്ജ് റെക്ടിഫയറും ആണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സർക്യൂട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ടിനെ പറ്റിയുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോർഡും കൂടെ ഞാൻ ഇതിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന 12 വോൾട്ട് ഈ സർക്യൂട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ട പൊട്ടൻഷ്യോമീറ്റർ ആണ് സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പ്ലാസ്റ്റിക് കേസിൽ നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ വെക്കാനുള്ള ഒരു ഹോളും പവർ ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു LED വെക്കാനുള്ള ഹോളും നമുക്ക് ഇട്ട് കൊടുക്കുക. കൂടാതെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെക്കാനുള്ള ഒരു കട്ടിങ്ങും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത ഓൺ ഓഫ് സ്വിച്ച് ഫിക്സ് ചെയ്യാം. പവർ ഇൻഡിക്കേഷന് വേണ്ടിയുള്ള ഒരു LED ആണ് ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു 10K റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഇനി LED യിലേക്കുള്ള വയർ കണക്ട് ചെയ്യാം.
ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ ഈ കേസിൽ ഫിക്സ് ചെയ്യാം. സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള 12 വോൾട്ടിലേക്ക് LED-യുടെ വയറുകളും കണക്ട് ചെയ്യാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു AC കോഡ് വയറാണ്. കോഡ് വയർ എടുക്കാനായിട്ട് ഇതിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഹോൾ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് സ്വിച്ച് വഴി നമുക്ക് ഈ AC കോഡ് വയർ കണക്ട് ചെയ്യാം. മോട്ടോറിലേക്കുള്ള സപ്ലൈ കൊടുക്കാനാണ് ഈ വയർ എടുത്തിട്ടുള്ളത്. ഇനി ഈ വയർ പുറത്തേക്ക് എടുക്കാനായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്പീഡ് കൺട്രോളർ നമുക്കിതിൽ സ്ക്രൂ ചെയ്യാം. ഇവിടെ ഞാൻ ഫിക്സ് ചെയ്ത സമയത്ത് സ്വിച്ചിൻ്റെ പൊസിഷൻ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് നേരെയാക്കി കൊടുക്കാം. ഇനി മോട്ടോറിലേക്കുള്ള വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എച്ചിങ് മെഷീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും